ജീവിതം പ്രയോജനമുള്ളതാകണം, നിലനിൽക്കുന്നത് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് സുബോധമുള്ള സകലരും ആഗ്രഹിക്കുന്നു. അത് നല്ല ആഗ്രഹം തന്നെയാണ്. നാം ഇന്ന് പഠിക്കുവാൻ പോകുന്ന ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം വരെ എത്തുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 2000 വർഷത്തെ ചരിത്രം നാം കണ്ടു കഴിഞ്ഞു. 5-ാം അധ്യായത്തിൽ അനേകം പേരുകൾ പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. ആദാം മുതലുള്ള മനുഷ്യരുടെ വംശാവലി. ബൈബിളിൽ നോക്കാതെ ഇതിൽ എത്ര പേരുടെ പേരുകൾ നിങ്ങൾ കോർത്തെടുക്കാം? ഒന്ന് ചിന്തിച്ചേ. 2 3 ഇല്ലേ? ആദാം എല്ലാവർക്കും അറിയാം. ആദാമിൻ്റെ മകൻ ശേത്ത് അറിയാം. ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ച മനുഷ്യനായ മെത്തുസലേഹ്. അങ്ങനെ ഏതാനും ചിലരുടെ പേരുകൾ. എന്നാൽ ഈ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും കുറച്ചു വർഷങ്ങൾ ജീവിച്ചിരുന്നതും എല്ലാവരും അറിയുന്നതുമായ ഒരു പേരുണ്ട്. അതെ, ഹാനോക്ക്. അവൻ വീര്യപ്രവൃത്തികളൊന്നും ചെയ്തിട്ടില്ല, അധികം നാൾ ജീവിച്ചില്ല. ലോകം വലിയതെന്ന് പറയുന്നത് ഒന്നും ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടുമില്ല. പിന്നെ എന്താണ് ഈ മനുഷ്യനെ എക്കാലവും ഓർക്കുന്ന ഒരുവനാക്കിയത്? മനുഷ്യർ ആരും അത്ര ഗൗനിക്കാത്ത ഒരു കാര്യമുണ്ട്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അതുകൊണ്ട് ദൈവം അവനെ എടുത്തു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പേരുകളിൽ നിന്നും എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ആദ്യം ഇടം പിടിച്ചത് ഈ ഹാനോക്കാകുന്നു. നാം എത്ര നാൾ ജീവിച്ചു എന്നതല്ല, ജീവിച്ച നാൾ എന്ത് ചെയ്തു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഹാനോക്കിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കണം. ശ്രദ്ധയോടെ ഈ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താണ്. കായീൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്നതും അവളിലൂടെ സന്താനങ്ങൾ ഉണ്ടാകുന്നതുമാണ് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. കായീന്റെ സന്തതികളെക്കുറിച്ച്, അതായത് ദൈവമില്ലാത്തൊരു സംസ്കാരത്തെക്കുറിച്ചും ഈ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നാം കാണുന്നു. കായീൻ ദൈവത്തിങ്കിൽ നിന്നും മാറി ദൈവത്തെ കൂടാതെയുള്ളൊരു സംസ്കാരം സ്ഥാപിക്കുന്നതിനായി അവൻ ദൂരദേശത്തേക്ക് പോകുന്നത് നാം കാണുന്നു. കായീന്റെ സന്തതികൾ ദൈവത്തെ തള്ളിക്കളയുന്നതും അവിടെ നാം വായിക്കുന്നു. 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ, അങ്ങനെ കായീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. ഈ നോദ് എവിടെയാണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ സത്യത്തിൽ എനിക്കറിയില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് ഊഹിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഈ സഭയിൽ സജീവമായി പങ്കുകൊള്ളുമ്പോൾ തന്നെ നോദ് പ്രദേശത്ത് പാർക്കുന്ന അനേകരെ എനിക്കറിയാം. ഈ സ്ഥലം എവിടെയാണെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. അതേക്കുറിച്ച് കുറെ അനുമാനങ്ങളുണ്ട്. എന്നാൽ നാം വായിക്കുന്നത് കായീൻ ആ സ്ഥലത്ത് പോയി എന്നത്രേ. ഇനി 17-ാം വാക്യം നോക്കിക്കാട്ട്. 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, കായീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. അന്നു മുതൽ മനുഷ്യർ ഇതേ കാര്യം ആവർത്തിക്കുന്നതായി നാം കാണുന്നു. പട്ടണങ്ങൾക്ക്, തെരുവുകൾക്ക്, ദേശങ്ങൾക്കൊക്കെ തങ്ങളുടെ പേരിടുവാൻ മനുഷ്യർക്ക് താല്പര്യമാണല്ലോ. പ്രിയപ്പെട്ടവരുടെ പേരിൽ സ്കൂളുകളും പള്ളികളും മറ്റ് സ്ഥാപനങ്ങളും സ്ഥാപിക്കുന്നത് കണ്ടിട്ടില്ലേ? അതെ, കായീന്റെ വഴിയിലാണെങ്കിലും ദൈവമക്കളാണെങ്കിലും അങ്ങനെ ചെയ്യുവാൻ മനുഷ്യർക്ക് പ്രത്യേക താല്പര്യമുണ്ട്. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക, അതായത് പട്ടണ ജീവിതം ആരംഭിച്ചത് ഇവിടെയാകുന്നു. കായീൻ ഒരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. മകന്റെ പേര് പട്ടണത്തിനിട്ടു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യന് ഇന്നുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും വലുതായ ഒന്നത്ര ഈ പട്ടണങ്ങൾ. പട്ടണങ്ങൾ നിർജീവമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നിട്ടും ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പട്ടണങ്ങളിലേക്ക് പടകൂടുകയാണ്. വെള്ളമില്ലെങ്കിലും ജീവിക്കാൻ മറ്റ് സൗകര്യങ്ങളില്ലെങ്കിലും മനുഷ്യൻ ഇന്ന് പട്ടണങ്ങളിൽ പാർക്കുവാനായി താല്പര്യപ്പെടുന്നു. അതിനുള്ള നെട്ടോട്ടമാണല്ലോ എല്ലായിടത്തും കാണുന്നത്. 18ഉം 19ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഹാനോക്കിന് ഈരാദ് ജനിച്ചു. ഈരാദ് മെഹൂയയേലിനെ ജനിപ്പിച്ചു. മെഹൂയയേൽ മെതുശയേലിനെ ജനിപ്പിച്ചു. മെതുശയേൽ ലാമേക്കിനെ ജനിപ്പിച്ചു. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ. ബഹുഭാര്യത്വത്തിന്റെ ആരംഭം ഇവിടെയാകും. ഒരു ഭാര്യയിൽ കൂടുതൽ ഒരാൾക്കുണ്ടാകുക ദൈവം ആഗ്രഹിച്ചതിനും മനുഷ്യനു വേണ്ടി ഒരുക്കിയതിനും വിപരീതമായി ലാമേക്ക് അത് ചെയ്യുന്നു. ബഹുഭാര്യത്വത്തെ ദൈവം അംഗീകരിക്കുന്നതായി ബൈബിളിൽ എങ്ങും കാണുവാൻ കഴിയില്ല. വചനം വ്യക്തമായി പഠിച്ചാൽ ദൈവം ബഹുഭാര്യത്വത്തെ കുറ്റപ്പെടുത്തുന്നത് മാത്രമാണ്, അതിനെ തള്ളിക്കളയുന്നത് മാത്രമാണ് കാണുവാൻ കഴിയുന്നത്.
അതിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ഇതൊരു ചരിത്രപരമായ രേഖ ആകുന്നു എന്നതിനാലാണ്, അല്ലാതെ ദൈവം അംഗീകരിക്കുന്നു എന്നതിനാലല്ല. അങ്ങനെ ബഹുഭാര്യത്വത്തെ ദൈവം അംഗീകരിക്കുമായിരുന്നു എങ്കിൽ ആദാമിന് എന്തുകൊണ്ട് ഒന്നിലധികം ഹൗവാമാരെ ഉണ്ടാക്കി കൊടുത്തില്ല? ദൈവവചനം ഈ കാര്യത്തിൽ വളരെ കൃത്യമാണ്. അതിനപ്പുറം പോയിട്ടുള്ള എല്ലാവരും, അത് അബ്രഹാമായാലും യാക്കോബായാലും ദാവീദായാലും ശലോമോനായാലും, ആരൊക്കെ ഒന്നിലധികം ഭാര്യമാരെ ഒരു സമയത്ത് തങ്ങളുടെ ജീവിതത്തിൽ ഭാര്യമാരായി സൂക്ഷിച്ചിരുന്നു എങ്കിൽ അവരൊക്കെ അതിന്റെ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ഒരിക്കലും ശുഭമായി തീർന്നിട്ടില്ല. ഇവിടെ ലാമേക്കിന് 2 ഭാര്യമാർ. ഒന്നാമത് ആദ എന്നാൽ ദൂഷണം അല്ലെങ്കിൽ സുഖം എന്നൊക്കെയാണ് അർത്ഥം. സില്ല എന്നാൽ ഒളിക്കുക എന്നത്രേ. തികച്ചും ലോകപ്രകാരമുള്ള 2 ഭാര്യമാരെയാണ് അവൻ തിരഞ്ഞെടുത്തത്. അവന് പ്രശ്നമുണ്ടായതിൽ ഒരത്ഭുതവുമില്ല. എന്തു സംഭവിച്ചു എന്ന് നാം പിന്നീട് കാണുന്നതാണ്. ഇവിടെ ഇതാ ഒരു വലിയ സംസ്കാരത്തിന്റെ ആരംഭം, കായീന്യ സംസ്കാരം. യാബേലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു എന്ന് 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അവൻ കൂടാരവാസികൾക്ക് പിതാവായി തീർന്നു. അപ്പോസ്തലനായ പൗലോസിനെ ഒരു കൂടാരപ്പണിക്കാരനായിട്ടാണ് പിന്നീട് നാം കാണുന്നത്. എന്നാൽ ആദ്യത്തെ വീട് പണിയുന്ന കോൺട്രാക്ടറെ ഇതാ ഇവിടെ കാണുന്നു. 21-ാം വാക്യത്തിൽ അവന്റെ സഹോദരന് യൂബാൽ എന്നു പേർ. ഇവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. സംഗീതജ്ഞന്മാരുടെ ആരംഭം ഇവിടെയാകുന്നു. ഇന്നത്തെ ആധുനിക സംഗീതങ്ങളിൽ പലതും ശ്രദ്ധിക്കുമ്പോൾ ഇത് തീർച്ചയായും കായീനിൽ നിന്നും ആരംഭിച്ചതാണെന്ന് മിക്കവാറും എല്ലാവരും സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അടുത്ത വാക്യത്തിൽ നാം കാണുന്നത് പ്രത്യേക പണികളിൽ വൈദഗ്ധ്യം നേടിയവരുടെ ഒരു ആരംഭമാണ്. കായീന്റെ അതേ പാരമ്പര്യം ലാമേക്കിലും നാം കാണുന്നു. കൊലപാതകം. 25-26 വാക്യങ്ങൾ നോക്കിക്കേ. ആദാം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു. അവൾ ഒരു മകനെ പ്രസവിച്ചു. കായീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനും ഒരു മകൻ ജനിച്ചു. അവന് ഏനോസ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ദൈവനാമം വിളിച്ചപേക്ഷിക്കുന്ന മനുഷ്യരുടെ ആരംഭം വാസ്തവത്തിൽ ഇവിടെ എത്രയും നാം കാണുന്നത്. 4-ാം അധ്യായത്തിൽ നാം കണ്ടുകൊണ്ടിരുന്നത് പലതിൻ്റെയും ആരംഭമാണല്ലോ. എന്നാൽ 5-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 5 മുതൽ 9 വരെ ജലപ്രളയമാണ് വിഷയം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത്, അതായത് 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ലോക സംഭവങ്ങളാണ്. ആദ്യം സൃഷ്ടിപ്പ്, പിന്നീട് വീഴ്ച. 5 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ ജലപ്രളയം. 5-ാം അധ്യായത്തിൽ ശേത്തിലൂടെയുള്ള ആദാമിന്റെ തലമുറകളുടെ രേഖയാണ് നൽകിയിരിക്കുന്നത്. കായീന്റെ വംശത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം ദൈവവചനത്തിൽ ഉള്ളതിൽ വളരെയധികം നിരാശപ്പെടുത്തുന്ന ഒരധ്യായമാണ്. ഈ അധ്യായത്തിൽ കൂടി നാം പോകുമ്പോൾ ഒരു ശവപ്പറമ്പിൽ കൂടി കടന്നു പോകുന്ന പ്രതീതിയാണ് നമുക്കുണ്ടാകുന്നത്. ദൈവം ആദാമിനോട് പറഞ്ഞു, നീ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ മരിക്കുമെന്ന്. ആദാമിന്റെ പുത്രന്മാരെല്ലാം മരിച്ചു. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം എഴുതി, ആദാമിൽ എല്ലാവരും മരിക്കുന്നതുപോലെ. ഇനിയും ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരാം. ആദ്യത്തെ 2 വാക്യങ്ങൾ. ആദാമിന്റെ വംശപാരമ്പര്യമാവിത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാം എന്ന് പേരിടുകയും ചെയ്തു. അവർക്ക് ആദാം എന്ന് പേരിട്ടു എന്ന് പറഞ്ഞാൽ ഹൗവ ആദാമിന്റെ പകുതിയായിരുന്നു എന്ന് നാം കണ്ടു കഴിഞ്ഞതാണല്ലോ. ആദാമിന്റെ വംശപാരമ്പര്യമാവിത്. ഈ പ്രത്യേക പ്രയോഗം പുതിയ നിയമത്തിൽ നാം പ്രവേശിക്കുമ്പോൾ അതിന്റെ ആരംഭത്തിലാണ് ഇനിയും നാം കാണുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വംശപാരമ്പര്യമാവിത്. ഇവിടെ ഇതാ ഈ 2 പാരമ്പര്യം. ഇവിടെ തന്നെ നാം 2 വംശത്തെ കാണുവാൻ ആരംഭിച്ചു കഴിഞ്ഞു. 2 സന്തതികൾ. അവർ അന്യോന്യം പൊരുത്തപ്പെടുന്നുമില്ല. സാത്താന്റെ വംശവും ക്രിസ്തുവിന്റെ വംശവും തമ്മിൽ ഈ പോരാട്ടം നീണ്ടു നിൽക്കുവാൻ പോകുകയാണ്. നാം ഇനിയും കാണുവാൻ പോകുന്ന വംശം ശേത്തിലൂടെയുള്ളതാണ്. അന്ത്യത്തിൽ ക്രിസ്തു അവതരിക്കുവാൻ പോകുന്നത് ഈ വംശത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ചിന്തയുമാണ്. 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവന് ശേത്ത്
എന്ന് പേരിട്ടു. ആദാം 130 വർഷം ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൻ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചത്. ആദാം ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നാം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കണ്ടല്ലോ. എന്നാൽ ആദാമിന്റെ മകൻ ആദാമിന്റെ സാദൃശ്യത്തിലാണ് ജനിച്ചത്. 4-5 വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ശേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാം 800 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ആദാമിന്റെ ആയുഷ്കാലം ആകെ 930 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. നാം ഒരു സെമിത്തേരിയിലൂടെ, ഒരു ശവപ്പറമ്പിലൂടെ നടക്കുവാൻ ആരംഭിക്കുകയാണെന്ന് ഓർക്കണം. ആദാം പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ആദാമിന്റെ ആയുഷ്കാലം ആകെ 930 സംവത്സരമായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു? അവൻ മരിച്ചു. ശേത്തിന് എന്ത് സംഭവിച്ചു? 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവനും മരിച്ചു. ശേത്തിന് ഏനോഷ് എന്ന പേരോടുകൂടി ഒരു മകനുണ്ടായിരുന്നു. അവന് എന്ത് സംഭവിച്ചു എന്നറിയാമോ? 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവനും മരിച്ചു എന്നത്രേ. അങ്ങനെ 20-ാം വാക്യം വരെ മരണത്തിന്റെ ഒരു പട്ടിക നാം കാണുന്നു. പിന്നീട് ഹാനോക്കിന്റെ ചരിത്രം വരുന്നു. അതെ, ഇവിടെ അതിമഹത്തായ ഒരു സംഭവം നാം കാണും. 21-ാം വാക്യം, യാരെദ് മരിക്കുന്നതിന് മുൻപ് ഹാനോക്ക് എന്നു പേരോടുകൂടിയ ഒരു മകൻ അവനുണ്ടായി. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ മെതുശലഹിനെ ജനിപ്പിച്ചു. എന്നിട്ട് ഹാനോക്ക് മരിച്ചോ? ഇല്ല, അവൻ മരിച്ചില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ, ഈ അധ്യായം ഒരു ഇരുണ്ട അധ്യായമാണെന്ന്. എന്നാൽ ഇതിലും ഇതാ ഒരു വെള്ളിരേഖ, പ്രോത്സാഹജനകമായ ചില കാര്യങ്ങൾ. 22, 23, 24 വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. മെതുശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളിൽ ഒന്നത്രേ ഇത്. മരണത്തിന്റെ നടുവിൽ നിന്നും ഒരു മനുഷ്യൻ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടുന്നു. ഹാനോക്കിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ ദൈവത്തോടു കൂടെ നടന്നു എന്നത്രേ. ഇത് തീർച്ചയായും വളരെ പ്രസക്തമായ ഒരു പ്രസ്താവനയാണ്. ദൈവത്തോടു കൂടെ നടന്നു എന്ന് 2 പേരെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് അടുത്ത അധ്യായത്തിൽ നോഹയും ദൈവത്തോടുകൂടി നടന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ഈ ദൈവത്തോടുകൂടെ നടന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. പഴയ നിയമത്തിൽ മരിച്ചിട്ടില്ലാത്ത 2 പേരുടെ ചരിത്രമാണല്ലോ നാം വായിക്കുന്നത്, ഹാനോക്കും ഏലിയാവും. ജലപ്രളയത്തിനു മുൻപ് ജീവിച്ചിരുന്നവരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളത് ഹാനോക്കിനെക്കുറിച്ച് മാത്രമാണ്. അവനെ ദൈവം എടുക്കുകയായിരുന്നു. അവൻ മരിച്ചില്ല എന്നത്രേ നാം കണ്ടത്. അവൻ രൂപാന്തരപ്പെട്ടു. അവനുണ്ടായിരുന്ന പഴയ ശരീരം മാറണമായിരുന്നു. അവൻ ഒരു വ്യത്യസ്ത വ്യക്തി ആകണമായിരുന്നു. അതേസമയം തന്നെ അവൻ ആ പഴയ വ്യക്തി ആയിരിക്കുകയും വേണം. അതത്രേ രൂപാന്തരപ്പെടുന്നത്. ഹാനോക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. നാം വായിച്ചത് ഹാനോക്ക് 65 വയസ്സുവരെ ജീവിച്ചതിന് ശേഷം മെതുശലഹിനെ ജനിപ്പിച്ചു. എന്നിട്ട് അവൻ ദൈവത്തോടുകൂടെ നടന്നു എന്നാണ്. അവന്റെ ആദ്യത്തെ 65 വർഷം എങ്ങനെയായിരുന്നു എന്നെനിക്കറിയില്ല. ഞാൻ ഊഹിക്കുന്നത് അവനും മറ്റുള്ളവരെ പോലെ ആയിരുന്നു എന്നത്രേ. ആളുകൾ വളരെ അശ്രദ്ധമായി ജീവിച്ചിരുന്ന ഒരു കാലയളവായിരുന്നു ഈ പറഞ്ഞത്. നോഹയുടെ കാലയളവിലേക്ക് പ്രവേശിക്കുന്ന സമയമായിരുന്നല്ലോ. എന്നാൽ ഇത് മെതുശലഹ് ജനിച്ചപ്പോൾ ഹാനോക്കിന്റെ നടപ്പ് മാറ്റപ്പെട്ടു. ആ കുട്ടി അവനെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു. ഇപ്പോഴും ഇതേ ഉദ്ദേശത്തോടെ ചിലപ്പോൾ ദൈവം ഒരു കുട്ടിയെ ഒരു ഭവനത്തിൽ നൽകിയെന്ന് വരാം. അങ്ങനെ ആ കുഞ്ഞ് നിങ്ങളെ ദൈവത്തിങ്കിലേക്ക് നടത്തിയില്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ഒരിക്കലും ദൈവത്തെ കണ്ടെത്തിയെന്ന് വരില്ല. അങ്ങനെ മെതുശലഹ് ജനിച്ചതിന് ശേഷം 300 വർഷം ഹാനോക്ക് ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. അത്രയും സമയമായിരുന്നു അവൻ ഭൂമിയിൽ ഉണ്ടായിരുന്നതെന്ന് ചുരുക്കം. എന്നാൽ അവൻ മരിച്ചില്ല. പിന്നീട് ഹാനോക്ക് മരിച്ചു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെയോ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ
കാണാതെയായി എന്നത്ര രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊന്ന് വിശദീകരിക്കുവാൻ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഒരിക്കൽ ഒരു ചെറിയ പെൺകുട്ടി സൺഡേ സ്കൂളിൽ നിന്നും വന്ന് തന്റെ മാതാവിനോട് വിശദീകരിച്ചതുപോലെ മാത്രമേ എന്നെക്കൊണ്ട് സാധിക്കൂ കേട്ടോ. ഈ കുഞ്ഞ് അമ്മയോട് പറഞ്ഞു, അമ്മച്ചി, ഇന്ന് ഞങ്ങളെ ഹാനോക്കിന്റെ കഥയാണ് ടീച്ചർ പഠിപ്പിച്ചത്. ഹാനോക്ക് എങ്ങനെയാണ് ദൈവത്തോടു കൂടെ നടന്ന് ദൈവം അവനെ എടുത്തുകൊണ്ടത് എന്ന് ടീച്ചർ പറഞ്ഞു തന്നു. അമ്മച്ചിക്ക് ഒത്തിരി താല്പര്യമായി. മമ്മി പറഞ്ഞു, മോളെ എങ്ങനെയാണ് ടീച്ചർ പറഞ്ഞു തന്നത്? അമ്മച്ചി, എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ദൈവം വന്ന് ഹാനോക്കിനെ വിളിച്ചിട്ട് ചോദിക്കുമായിരുന്നു, ഹാനോക്കേ, നീ കൂടി എന്റെ കൂട്ടത്തിൽ നടക്കുവാൻ വരുന്നോ എന്ന്. അങ്ങനെ എന്നും ഹാനോക്ക് ദൈവത്തിനു വേണ്ടി നോക്കിയിരുന്ന് ദൈവത്തോടുകൂടെ നടക്കുന്നതൊരു സ്വഭാവമായി മാറി. അവനത് വലിയ ഇഷ്ടമുള്ള കാര്യമായി. വന്ന് അവൻ അങ്ങനെ ദൈവത്തെ നോക്കി വാതിൽപ്പടിയിൽ ഇരിക്കുമായിരുന്നു. ഒരു ദിവസം ദൈവം വന്നിട്ട് പറഞ്ഞു, ഹാനോക്കേ, ഇന്ന് നമുക്ക് അല്പസമയം കൂടുതൽ നടക്കണം. എനിക്ക് നിന്നോട് കുറെ ഏറെ കാര്യങ്ങൾ പറയുവാനുണ്ട്. അങ്ങനെ അവർ നടന്ന് വളരെ സമയം വൈകിപ്പോയി. അപ്പോഴാണ് ഹാനോക്ക് ഓർത്തത്, ദൈവമേ, ഇതാ രാത്രിയാകുന്നു. ഞാൻ ഇനിയും വളരെ നടന്നെങ്കിലേ വീട്ടിലെത്തൂ. ഞാൻ ഇനിയും മടങ്ങിപ്പോകട്ടെ. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, ഹാനോക്കേ, നീ നിന്റെ ഭവനത്തെക്കാൾ എന്റെ ഭവനത്തിന്റെ അടുത്താണിപ്പോൾ. അതുകൊണ്ട് വരൂ, എന്റെ ഭവനത്തിൽ പ്രവേശിക്കൂ. അങ്ങനെ ഹാനോക്ക് ദൈവത്തോടൊപ്പം ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ചു. ഒരു കുട്ടിക്കഥയായി തോന്നാം, എന്നാൽ ഇതിനേക്കാൾ ഭംഗിയായി ഈ സംഭവം വിശദീകരിക്കുന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കഥ തന്നെ പറഞ്ഞത്. ഇതിനകത്തു നിന്നും വലിയ സത്യങ്ങൾ പഠിക്കുവാൻ നമുക്ക് സാധിക്കും. എന്റെ അഭിപ്രായത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലുള്ള സകല സത്യങ്ങളും വളരെ പ്രസക്തമായവയാണ്. വെറും കെട്ടുകഥകളല്ല, ചരിത്രം എഴുതിവിട്ടതല്ല. ഞാൻ ചിന്തിക്കുന്നത് വരുവാനുള്ളതിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. സഭയുടെ ഉൽപ്രാപണത്തെ ഇവിടെ ചിത്രീകരിക്കുന്നു. സഭ എടുക്കപ്പെടുന്നതിനെ. ജലപ്രളയം എന്ന ന്യായവിധിക്ക് മുൻപ് ദൈവം ഹാനോക്കിനെ എടുത്തുകൊള്ളുന്നു. നമുക്ക് ഏറ്റവും വലിയൊരു മാതൃകയാണ് ഹാനോക്ക്. വഷളത്വം നിറഞ്ഞ, ദുഷ്ടത നിറഞ്ഞ ഒരു ലോകത്തിൽ ദൈവത്തോടുകൂടെ നടന്ന ഒരു വിശുദ്ധൻ. ദൈവം അവനെ എടുത്തുകൊണ്ടു. 27 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, 5 അധ്യായത്തിന്റെ 27 വാക്യത്തിൽ നാം കാണുന്നത്, മെതുശലേഹിന്റെ ആയുഷ്കാലം ആകെ 969 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ആദാം ജീവിച്ചിരുന്നതിനേക്കാൾ നീണ്ട കാലയളവ് മെതുശലേഹ് ജീവിച്ചിരുന്നു. സൃഷ്ടിപ്പ് മുതൽ ജലപ്രളയം വരെ ഉള്ള കാലയളവിനെ ഏതാണ്ട് ബന്ധിപ്പിക്കുന്ന ഒരു സമയം ഈ 2 വ്യക്തികൾ ജീവിച്ചു, ആദാമും മെതുശലേഹും. നമ്മുടെ കൈവശമുള്ള വംശപാരമ്പര്യപ്രകാരം ഈ മെതുശലേഹ് നോഹയോട് സൃഷ്ടിപ്പ് മുതൽ അതുവരെയുമുള്ള സകല കാര്യങ്ങളും പറഞ്ഞു കാണും എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. അന്നൊക്കെ എഴുതി സൂക്ഷിക്കുകയായിരുന്നില്ലല്ലോ. വാച്യ അന്യോന്യം വാക്കുകളിലൂടെ പറഞ്ഞ് പിതാക്കന്മാർ മക്കളോട്, മക്കൾ അവരുടെ മക്കളോട് അങ്ങനെ പറഞ്ഞു പോവുകയായിരുന്നല്ലോ. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വംശപാരമ്പര്യത്തിൽ ഒരു വിടവുണ്ടെന്നത്രേ. പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വംശപാരമ്പര്യം പറഞ്ഞിട്ടുള്ളിടത്ത് പലരെയും വിട്ടുകളഞ്ഞതായി നമുക്ക് കാണാവുന്നതത്രേ. അതിന്റെ കാരണവും വ്യക്തമാണ്. 3 തുല്യ ഭാഗങ്ങളായി വംശാവലിയെ തിരിക്കുവാനുള്ള ശ്രമമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഏതാനും ചിലത് വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിലും അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. ഈ വംശാവലി കൃത്യമാണെന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എന്നാൽ നാം ചിന്തിക്കുന്നതിനേക്കാൾ വളരെ മുൻപ് തന്നെ മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന വസ്തുത കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു വിടവ് ഈ രേഖയിലുണ്ട്. ഈ പ്രശ്നത്തിലേക്ക് കൂടുതൽ ഇറങ്ങി ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ തിരുവചനം വ്യക്തമല്ല. എന്തുകൊണ്ട് വ്യക്തമല്ല? അതിന്മേൽ കടിച്ചു ഞാലുവാൻ ദൈവം താൽപ്പര്യപ്പെടുന്നില്ല. നമ്മോട് പങ്കിടുവാൻ അല്ലെങ്കിൽ നമ്മെ അറിയിക്കുവാൻ ദൈവം താൽപ്പര്യപ്പെടുന്നത് എന്തെന്നാൽ ഈ ഭൂമിയിൽ മനുഷ്യന്റെ വീണ്ടെടുപ്പിന്റെ അഥവാ ദൈവമായുള്ള ബന്ധത്തിന്റെ ചരിത്രമാണ്. മെതുശലേഹ് എന്ന വാക്കിന്റെ അർത്ഥം അയക്കുക എന്നത്രേ. ചിലർ പറയുന്നത് മെതുശലേഹ് എന്നാൽ അവൻ മരിച്ചു കഴിയുമ്പോൾ അയക്കും എന്നത്രേ. എന്താണ് അയക്കുന്നത്? ജലപ്രളയം.
മെതുശലേഹ് ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ജലപ്രളയം ഉണ്ടാകില്ല. അതാണ് ഇവിടുത്തെ ചിന്ത. ഇതുമായി ബന്ധപ്പെട്ട വളരെ രസകരമായ ഒരു വസ്തുത എന്തെന്നാൽ, ഈ പറഞ്ഞിരിക്കുന്ന വംശാവലിയുടെ ക്രമമനുസരിച്ച് പരിശോധിച്ചാൽ മെതുശലേഹ് മരിച്ച വർഷമാണ് ജലപ്രളയം ഉണ്ടായത്. വിചിത്രമെന്ന് തോന്നാമെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാകാവുന്ന ഒരു സംശയം കൂടി നമുക്കൊന്ന് വിശകലനം ചെയ്തു നോക്കാം. എന്തുകൊണ്ട് മെതുശലേഹ് മറ്റാരെക്കാളും കൂടുതൽ നാൾ ജീവിച്ചിരുന്നു? താൻ ക്ഷമയുള്ളവനും കരുണാസമ്പന്നനും ആണെന്ന് മനുഷ്യവർഗത്തിന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ദൈവം മെതുശലേഹിനെ നീണ്ട വർഷങ്ങളിൽ സൂക്ഷിച്ചത്. സുഹൃത്തെ, നിങ്ങൾക്ക് വേണ്ടിയും ദൈവം കാത്തിരിക്കുന്നു. നിങ്ങളുടെ ആയുഷ്കാലം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി അവൻ കാത്തിരിക്കും. നമ്മുടെ ദൈവത്തിന്റെ ദീർഘക്ഷമയെക്കുറിച്ച് പത്രോസ് പറയുന്നത് ഇപ്രകാരമാകുന്നു. 1 പത്രോസ് 3:20. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്നുവെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. ഈ അധ്യായത്തിന്റെ തുടർന്നുള്ള ഭാഗത്തുകൂടി നാം പോകുമ്പോൾ ഓരോ വ്യക്തിയെയും അവന്റെ മരണത്തെയും കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒടുവിലത്തെ 2 വാക്യങ്ങൾ 5-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങൾ മാത്രം വായിക്കട്ടെ. ലാമേക്കിന്റെ ആയുഷ്കാലം ആകെ 777 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. നോഹയ്ക്ക് 500 വയസ്സായ ശേഷം നോഹ ശേമിനെയും ഹാമിനെയും യാഫത്തിനെയും ജനിപ്പിച്ചു. മനുഷ്യർ അന്ധമായി വിശ്വസിച്ചിരിക്കുന്നതും എന്റെ അഭിപ്രായത്തിൽ മിക്കവാറും എല്ലാ തത്വസിദ്ധാന്തങ്ങളുടെയും ഉപസംഹാരമായി ലോകത്തിൽ പരക്കെ പ്രചാരമുള്ളതുമായൊരു സിദ്ധാന്തം എന്തെന്നാൽ, ജന്മസിദ്ധമായി മനുഷ്യ സ്വഭാവം നല്ലതാണെന്നും അത് പുരോഗതി പ്രാപിക്കും എന്നുമാണ്. നന്നായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ മനുഷ്യൻ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. പിൻപോട്ട് പോകുകയല്ല, മുൻപോട്ട് തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന ധാരണ. ഞാൻ സ്വഭാവത്തിന്റെ കാര്യമാണ് പറഞ്ഞത്, ശാസ്ത്രീയമായിട്ടുള്ള വളർച്ചയെക്കുറിച്ചല്ല. മനുഷ്യന്റെ സാഹചര്യവും അവന്റെ പാരമ്പര്യവുമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താമെങ്കിൽ, നല്ല വീടും നല്ല വിദ്യാഭ്യാസവും നല്ല ചികിത്സാ സൗകര്യങ്ങളുമൊക്കെ മനുഷ്യന് കൊടുക്കാമെങ്കിൽ അവന് വാസ്തവമായി നന്നാകാൻ അല്ലെങ്കിൽ ശരിയാകാനുള്ള ഒരു അവസ്ഥയാണുള്ളത്. ഈ ചിന്താഗതിക്ക് ഇന്ന് ശക്തിയേറുകയാണ്. ഈ ചിന്താഗതിയുടെ പിൻപിലെ പ്രവർത്തനങ്ങളാണ് നാം ഇന്ന് മിക്കവാറും കാണുന്നത്. അതുകൊണ്ടെന്താ, ക്രിസ്തീയ സഭ പോലും തങ്ങൾക്കുള്ള സമയവും പണവും കഴിവുകളുമെല്ലാം ഈ തെറ്റിദ്ധാരണയുടെ പിൻപേ ചെലവഴിച്ചുകൊണ്ടിരിക്കുക. രാഷ്ട്രീയ പാർട്ടികളും തത്വസംഹിതകളും ഒക്കെ പോകട്ടെ, ഞാൻ ക്രിസ്തീയ സമൂഹത്തെയാണ് പറഞ്ഞത്. വിദ്യാഭ്യാസവും സാമൂഹ്യ സേവനങ്ങളും മറ്റും നടത്തി മനുഷ്യനെ ശരിയാക്കിയെടുക്കുവാൻ ഇന്നുള്ള ശ്രമം വളരെയാണ്. പല രാഷ്ട്രീയ പാർട്ടികളും ഈ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യനെ മെച്ചപ്പെടുത്തുവാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നത്. കേൾക്കാൻ നല്ല സുഖമാണ്, പക്ഷെ നടക്കില്ലെന്ന് മാത്രം. തന്റെ രക്ഷയിൽ മനുഷ്യനും കൂടി വല്ലതുമൊക്കെ ചെയ്യേണ്ടതുണ്ടെന്ന് ഒരു കൂട്ടർ പഠിപ്പിക്കുന്നു. ദൈവം പാതി, നാം പാതി. മനുഷ്യൻ ശ്രമിച്ചാൽ സ്വയം രക്ഷിക്കുവാൻ അവന് കഴിവുണ്ടെന്നാണ് ആധുനിക തത്വശാസ്ത്രം പഠിപ്പിക്കുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, രക്ഷ എന്ന് പറഞ്ഞാൽ സ്വയം ചെയ്തെടുക്കുവാൻ ദൈവം നൽകുന്ന ഏതാനും നിർദ്ദേശങ്ങൾ മാത്രമാകുന്നു എന്നാണ് ഈ കൂട്ടർ പഠിപ്പിക്കുന്നത്. പാപം എന്നൊന്നില്ല എന്നും മനുഷ്യ സ്വഭാവം പൂർണ്ണമായും നല്ലതാണെന്നും ചില മതസിദ്ധാന്തങ്ങളിൽ വിവരിച്ചിരിക്കുന്നു. നിഷ്പക്ഷമായി സുഹൃത്തെ, താങ്കൾ ഒന്ന് ചിന്തിച്ചാട്ടെ. ടെക്നോളജിയും മറ്റും വളർന്നപ്പോൾ അതുപയോഗിച്ചാണ് ഇന്ന് വേണ്ടാധീനം മുഴുവനും കാട്ടിക്കൂട്ടുന്നത്. ആശയവിനിമയം നടത്തുവാൻ കമ്മ്യൂണിക്കേഷനുള്ള ഈ സമ്പ്രദായങ്ങൾ, സിസ്റ്റംസ് നമുക്ക് വളരെയധികം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് അത് വെച്ചിട്ടാണ് മനുഷ്യനെ ഇല്ലാതാക്കുവാനായി ഓടി നടക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ച് ദൈവം അരുളി ചെയ്യുന്നത് എന്താണ്? ദൈവം പറയുന്നു, മനുഷ്യൻ പൂർണ്ണമായും വഷളത്വം നിറഞ്ഞ അവസ്ഥയിലാകുന്നു. ദുഷ്ടത, നമ്മുടെ എല്ലാം സ്ഥിതി അതാകുന്നു. തകർന്ന പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥ. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവവചനത്തിന്റെ കണക്കുകൂട്ടൽ അതത്രേ. ഈ കാര്യത്തിൽ ദൈവവചനം നിങ്ങൾ അംഗീകരിക്കുമെങ്കിൽ മറ്റുള്ളവരൊക്കെ നൽകിയതിൽ നിന്നും വ്യത്യസ്തവും യഥാർത്ഥവുമായ ഒരു കാഴ്ചപ്പാട് ജീവിതത്തെക്കുറിച്ച് അത് നിങ്ങൾക്ക് നൽകും. ഇവിടെ ഇതാ മനുഷ്യവർഗം നാം
ദൈവികമായൊരു വംശത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടേക്കാണ് ഇത് നമ്മെ നയിക്കുന്നത്? ഈ ഭൂമിയിൽ തന്നെ ഒരു സഹസ്രാബ്ദത്തിലേക്കാണോ ഇത് നമ്മെ നയിക്കുന്നത്? ഒരു പരമാനന്ദം നിറഞ്ഞ ഒരു സമയത്തേക്ക്? അതോ കുറ്റമറ്റ സാമൂഹിക രാഷ്ട്രീയ സംവിധാനമുള്ളൊരു സാങ്കല്പിക രാഷ്ട്രത്തിലേക്കാണോ? എവിടേക്കാണ് മനുഷ്യൻ നയിക്കപ്പെടുന്നത്? ഇന്നത്തെ പഠനത്തിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾ പങ്കെടുത്തതിന് വളരെ നന്ദി. ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചത് നിങ്ങൾക്ക് അനുഗ്രഹകരമായി എന്ന് വിശ്വസിക്കട്ടെ. ഓരോ ദിവസവും ഈ പഠനം നിങ്ങൾ ശ്രദ്ധിക്കുകയും മറ്റുള്ളവർ ശ്രദ്ധിക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താലും പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് നീ തന്നിട്ടുള്ള ആയുസ്സിനായി സ്തോത്രം. ഞങ്ങളുടെ ആയുസ് വളരെ ക്ഷണികമാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ജീവിക്കുന്ന കാലം നിന്നോട് ചേർന്ന് നടപ്പാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അവിടുത്തെ വചനത്തിനനുസരിച്ച് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ. കർത്താവെ, ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അതിനായി ശക്തീകരിക്കുകയും ഒരുക്കുകയും ചെയ്യണമേ. ദൈവകൃപ ഞങ്ങൾ അനുഭവിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കണമേ.